അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശ കടുത്ത ഹറാമാക്കിയല്ലോ. വന്തോഷങ്ങളിൽ വരെ പലിശയപ്പെടുത്തി, ബഡ്ഡി. അതിനുള്ള പല കാരണങ്ങളും ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായി മഹാനവറുകൾ പറഞ്ഞ കാരണം എന്താ? ഹറമല്ലാഹു തആല അർ-റിബ മിൻ ഹൈസു ഇന്നഹു യംനഉ അൽ-ഇസ്തിഗാല ബിൽ മകാസിബ്. പലിശ വാങ്ങി ജീവിക്കുമ്പോൾ ആ പലിശ വാങ്ങുന്ന മനുഷ്യനെ പലിശ എന്ന് പറയുന്ന ആ മാരകമായ ആ അപകടം നിറഞ്ഞ സംഭവം ഹലാലായ രീതിയിൽ കഠിനാധ്വാനം ചെയ്ത് സമ്പത്തുണ്ടാക്കുന്നതിൽ നിന്ന് തടയുന്നു എന്നതാണ് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞ കാരണം. ഒരാളെ കയ്യിൽ കുറച്ച് സമ്പത്തുണ്ട്, അയാളത് ആർക്കെങ്കിലും കടം കൊടുത്തിട്ട് മാസാമാസം അതിൻ്റെ പലിശ വാങ്ങി ജീവിക്കുന്നുണ്ട്, ബഡ്ഡി വാങ്ങി ജീവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു നല്ല സുഖമായിട്ട് അധ്വാനമില്ലാതെ തിന്നാൻ പറ്റിയൊരു വകുപ്പാണല്ലോ. അത് ഒരാൾ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ അധ്വാനിച്ച് കഠിനാധ്വാനം കൊണ്ട് സമ്പത്തുണ്ടാക്കാൻ അത്തരക്കാർക്ക് മനസ്സ് വരൂല. അങ്ങനെയാവുമ്പോൾ എന്താ സംഭവിക്കുക? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വദാലിക യുഫ്ളി ഇലാ ഇൻഖിതാഇ മനാഫിൽ ഖൽഖ്. മനുഷ്യർ പരസ്പരം അധ്വാനിച്ച് സേവനം ചെയ്ത് ജീവിക്കേണ്ടവരാ. അങ്ങനെയാണ് ഈ ഭൂമിയിലെ സിസ്റ്റം. ഒരാൾ കച്ചവടം ചെയ്യുമ്പോൾ അതുകൊണ്ട് അയാൾക്ക് മാത്രമല്ല ഉപകാരം. ഒരു ഷോപ്പ് തുറക്കുമ്പോൾ ആ നാട്ടിലും പരിസരത്തുള്ള എല്ലാവർക്കും അതിനെ കൊണ്ട് ഗുണമുണ്ട്. ഒരാൾ കൃഷി ഇറക്കുമ്പോൾ അതിനെ കൊണ്ട് ആ നാട്ടുകാർക്ക് മൊത്തം ഗുണമുണ്ട്. ഒരാൾ ഒരു വ്യവസായം തുടങ്ങുമ്പോൾ അതുകൊണ്ട് ആ നാട്ടുകാർക്കെല്ലാം ഗുണമുണ്ട്, ഉപകാരമുണ്ട്. അതേസമയം അധ്വാനിക്കാതെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കുറച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാസാമാസം അയാൾ വരുമാനം വാങ്ങി ജീവിക്കുമ്പോൾ മനുഷ്യർക്ക് ആവശ്യമായി തീരുന്ന സേവനങ്ങൾക്കത് തടസ്സമാകുന്നു എന്നതാണ് പലിശ കൊണ്ടുള്ള മഹാദുരന്തം. എന്നിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാ, ഈ പ്രപഞ്ചത്തിന്റെ മസ്ലഹത്ത് എന്ന് പറയുന്നത്, ഈ പ്രപഞ്ചം, ഈ ഭൂമി സുതാര്യമായ നിലക്ക് എല്ലാവരുടെയും ആവശ്യം തീർന്ന് നല്ല നിലക്ക് അത് മുന്നോട്ട് പോകണമെങ്കിൽ അന്ന മസാലിഹൽ ആലമി ലാ തൻതളിമു ഇല്ലാ ബിത്തിജാറാത്തി വൽ ഹിറഫി വസ്സനാആത്തി വൽ ഇമാറാത്ത്. കച്ചവടങ്ങൾ ഇവിടെ നടക്കണം, ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കണം, ഇവിടെ തൊഴിൽ മേഖലകൾ സജീവമാകണം, ഇവിടെ ഇൻഡസ്ട്രിയൽ വർക്കുകൾ, സ്വനാഅത്തുകൾ, വ്യവസായങ്ങൾ സജീവമാവണം. എന്നാൽ മാത്രമേ ഈ പ്രപഞ്ചം സുതാര്യമായ നിലയ്ക്ക് എല്ലാവരുടെയും ആവശ്യം തീർന്ന് മസ്ലഹത്തോടുകൂടെ മുന്നോട്ട് പോവുകയുള്ളൂ. ആ മസ്ലഹത്തുകൾക്കെല്ലാം വിരുദ്ധമാണ് കടം കൊടുത്തിട്ട് അതിൻ്റെ പേരിൽ വീട്ടിലിരുന്നിട്ട് അധ്വാനിക്കാതെ പലിശ വാങ്ങി ജീവിക്കുക എന്നത്. ആ പലിശയുടെ പുതിയ പല വേർഷനുകളും തുടങ്ങിയിട്ടുണ്ട്. എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ സമ്പാദ്യം ഉണ്ടാക്കി ജീവിക്കുക ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അല്ലാഹു തആല ലോകത്ത് പടച്ച ഏറ്റവും മുന്തിയ പടപ്പുകളാണ് അമ്പിയാക്കന്മാർ. അവരെ വരെ അല്ലാഹു തആല എങ്ങനെയാ ജീവിപ്പിച്ചത്? കഠിനമായി അധ്വാനിച്ചുകൊണ്ടായിരുന്നു എല്ലാ അമ്പിയാക്കന്മാരും ഉപജീവന മാർഗം നടത്തിയിരുന്നത്. ആദ്യ പ്രവാചകനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചു. മഹാനവറുകൾ കൃഷി ചെയ്തിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. ഹെൽപ്പറായിട്ട് മഹാനവറുകളുടെ ഭാര്യ ഹവ്വ ഉമ്മ കൂടിക്കൊടുത്തിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാ കപ്പലുണ്ടാക്കിയത്? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന നജ്ജാറൻ വഅലിമ കൈഫിയത ഇത്തിഖാദിഹാ. മഹാനവറുകൾ കപ്പലുണ്ടാക്കിയത് സ്വന്തമാണ്, മലക്കൾ ഇറക്കി കൊടുത്തിട്ട് അല്ല ഉണ്ടാക്കി കൊടുത്തതല്ല. കാരണം കപ്പലുണ്ടാക്കാനുള്ള ആശാരിപ്പണി അറിയുന്ന ആളായിരുന്നു മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ദാവൂദ് നബിയെ പറ്റി നിങ്ങൾ കേട്ടു ഇന്നത്തെ ഖുതുബയിൽ. സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ചത് മാത്രം തിന്ന് ജീവിച്ചയാളായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. മഹാനവറുകളെ പറ്റി ഖുർത്തുബി ഇമാം പറഞ്ഞു, ഒരൊറ്റ ഒരു ദിവസം തന്നെ 1000 ദിർഹം വിലയുള്ള പടയങ്കികൾ, പരിചകൾ ഉണ്ടാക്കി വിറ്റ് കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് ജീവിച്ചയാളായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇരുമ്പ് ഉരുക്കി അതിനെ പല ഉപകരണങ്ങളാക്കിയിട്ട് വിൽക്കുന്ന പരിപാടി. അതുപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിൽ കൂലിത്തൊഴിലാളിയായി 10 വർഷം സേവനം ചെയ്തത് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ പോട്ടെ, സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഹൽ തർഅൽ ഗനം. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസ. നബിയെ, തങ്ങൾ ആട് മേയിച്ചിട്ടുണ്ടോ? അപ്പൊ തങ്ങൾ പറഞ്ഞു, നഅം, ഞാൻ ആട് മേയിച്ചിട്ടുണ്ട്. ഹൽ മിൻ നബിയിൻ ഇല്ലാ റആഹ. ആടിനെ മേയിക്കാത്ത ഏത് നബിയാണ് ഇവിടെ കഴിഞ്ഞു പോയത്? മുഴുവൻ പ്രവാചകന്മാരും ആടിനെ മേയിച്ചിരുന്ന ആട്ടിടയന്മാരായിരുന്നു. അങ്ങനെ ആടിനെ മേയിച്ച് തൊഴിൽ ചെയ്യുന്നവർ
പ്രവാചകന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചു, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാന നജ്ജാറ, മഹാനവർകൾ ആശാരിപ്പണിയെടുത്ത് ജീവിച്ചതാ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി മിഷ്കാത്തിന്റെ ശറഹിൽ ത്വീബി ഇമാം പറഞ്ഞു, അദ്ദേഹം കാന ഖയ്യാത്തൻ, ഒരു ടൈലറായിരുന്നു. വസ്ത്രം തുന്നിക്കൊടുത്തിട്ട് ആളുകൾക്ക് വസ്ത്രം വിറ്റിട്ടായിരുന്നു മഹാനവർകൾ ജീവിച്ചിരുന്നത്. ഇവരെക്കാളും മുന്തിയ ആളുകൾ ലോകത്താരാ ഉള്ളത്? അവരെല്ലാം കയ്യിൽ തൊഴിൽ ജീവിച്ച്, കയ്യിൽ തൊഴിൽ ചെയ്ത്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത്, അല്ലെങ്കിൽ മറ്റുള്ള ഹലാലായ രീതിയിലുള്ള വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കി ജീവിച്ചവരാ. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വഹാബത്തിനെടുത്ത് നോക്ക്. സ്വഹാബത്ത് എങ്ങനെയാ ജീവിച്ചത്? അവരാണ് ലോകത്തെല്ലായിടത്തേക്കും ഇൽമിന്റെ പ്രചാരകരായി എത്തിയിട്ടുള്ളത്. അതോടൊപ്പം അവർ അധ്വാനം ചെയ്ത് ഹലാലായ രീതിയിൽ വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കിയിരുന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്ന ഇഖ്വാനനാ മിനൽ മുഹാജിരീന കാന യുശ്ഗിലുഹും അസ്ഫഖു ഫിൽ അസ്വാഖ്. മുഹാജിരീങ്ങളായ മക്കയിൽ നിന്ന് വന്ന സ്വഹാബത്ത് അങ്ങാടികളിൽ പോയിട്ട് കച്ചവടം ചെയ്തിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. വ ഇന്ന ഇഖ്വാനനാ മിനൽ അൻസാരി കാന യുശ്ഗിലുഹും അൽ അമലു ഫീ അംവാലിഹിം. മദീനയിലെ അൻസാറുകളായ സ്വഹാബത്ത് കൃഷി ചെയ്തിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. ഇങ്ങനെ തുടങ്ങി നിങ്ങൾ മുൻഗാമികളായ മഹാന്മാരെ ചരിത്രം പഠിച്ചാൽ അവർ മുഴുവനും അധ്വാനിച്ച് ജീവിച്ചതാ. ഈ മാസം പ്രത്യേകം അനുസ്മരിക്കപ്പെടുന്ന മഹാനല്ലേ മഹാനായ ഗൗസുൽ ആലം തങ്ങൾ, ഔലിയാക്കന്മാരെ നേതാവല്ലേ. മഹാനവറുകളെ പറ്റി ബഹ്ജത്തുൽ അസ്റാറിൽ രേഖപ്പെടുത്തി വെച്ചു, കാന യഅകുലു മിൻ അമലി യദിഹി. ഗൗസുൽ ആലം തങ്ങള് കോജരാജാവ് നാട്ടുകാരെ പിരിവും വാങ്ങിയിട്ട് ജീവിച്ചതല്ല, മറിച്ച് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചായിരുന്നു മഹാനവറുകൾ ഭക്ഷണം കണ്ടെത്തിയിരുന്നത്. ഇനി അയിമത്തിനെ പറ്റി നിങ്ങൾ പഠിച്ചു നോക്ക്. മഹാന്മാരായ അയിമത്ത് മുഴുവനും അവർ ഇൽമിന്റെ പ്രചാരണത്തോടൊപ്പം സമുദായത്തിന് സേവനം ചെയ്യുന്നതോടൊപ്പം അവർ ജീവിക്കാൻ വേണ്ടി പല മാർഗങ്ങളും കണ്ടെത്തിയിരുന്നു. തുബഖാത്തു ശാഫിഇയ്യത്തിൽ കുബ്ര ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പല മഹാന്മാരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം അബൂബക്കർ അസ്സിബ്ഗി എന്ന ഒരു മഹാനെ പരിചയപ്പെടുത്തുന്നുണ്ട്. സിബ്ഗ് എന്ന് പറഞ്ഞാൽ ഈ വർണ്ണ കളറുകൾക്കാ പറയാം. അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ തന്നെ കളറുകാരെന്നാ കൂട്ടി കൊടുക്കുന്നത്. എന്തുകൊണ്ട്? കാരണം അദ്ദേഹം കളറ്, വർണ്ണക്കളറുകൾ വിറ്റിട്ടായിരുന്നു ജീവനോപാധി കണ്ടെത്തിയിരുന്നത്. എന്നിട്ട് മഹാനവറുകളെ പറ്റി സുബ്കി ഇമാം പറഞ്ഞു, കാന ഹാനൂതുഹു മജ്മഅൽ ഹുഫാദി വൽ മുഹദ്ദിസീൻ. അദ്ദേഹം കളർ വിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഷോപ്പിൽ ധാരാളം ഹാഫിളീങ്ങളും ആലിമീങ്ങളും വന്ന് ഇൽമു പഠിക്കാറുണ്ടായിരുന്നു. യോഗം നടക്കുന്ന ഷോപ്പായിരുന്നു മഹാനവറുകളുടെ ഷോപ്പ്. എന്നിട്ട് സുബ്കി ഇമാം പറയാ, ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല, ഇത് വെറും ഈ മഹാന്റെ മാത്രം പ്രത്യേകതയല്ല. അലാ ആദത്തിൽ ഉലമാഇൽ മുതഖദ്ദിമീന അല്ലദീന യതസബ്ബബൂന ഫിൽ മആസ്. പൂർവകാലത്ത് ജീവിച്ച മുൻഗാമികളായ മുഴുവൻ ഉലമാക്കളും ഇൽമു പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം അവർക്കാവശ്യമുള്ള ഉപജീവന മാർഗം, അവർക്കാവശ്യമുള്ള ഹലാലായ വരുമാനത്തിന്റെ മാർഗങ്ങൾ അവർ ജീവിതത്തിൽ നേടിയിരുന്നു, സമ്പാദിച്ചിരുന്നു. അപ്പൊ ആ രീതിയിൽ നമ്മുടെ മുൻഗാമികളൊക്കെ അധ്വാനിച്ച് നല്ല രീതിയിൽ ഹലാലായ രീതിയിൽ ഭക്ഷണം കണ്ടെത്തുമ്പോൾ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ചില പണ്ഡിത വേഷധാരികൾ വരെ ഏതെങ്കിലും ഇത്തരം അധ്വാനമില്ലാതെ കയ്യിലേക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഇത്തരം തട്ടിപ്പുകൾക്ക് പിന്നാലെ പോയി അതിൻ്റെ പ്രചാരകരായി അതിൻ്റെ നേതൃത്വ നിലയിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ബേജാറുള്ള കാര്യമാണ്. കച്ചവടം ചെയ്യുന്നവർ അതിൻ്റെ ഷർത്തുകളും ഫർളുകളൊക്കെ പാലിച്ച് കച്ചവടം ചെയ്യണം. അതൊരു കാര്യം അവിടെ കിടക്കട്ടെ. അതോടൊപ്പം ഞാൻ പറയുകയാണ്, ഇതൊന്നും ഈ അധ്വാനമില്ലാതെ പോക്കറ്റ് നിറക്കുക എന്ന് പറയുന്നത് ഇത് നമ്മുടെ പൂർവ്വകാല മഹാന്മാരുടെ ശൈലിയല്ല. അതിൻ്റെ ഹക്കും ബാത്തിലും അത് ഹറാമാണോ ഹലാലാണോ എന്നൊക്കെ അവർ പഠിക്കേണ്ടതുണ്ട്. ഞാൻ അതിനെ മൊത്തത്തിൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല, നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ ഒറ്റ വാക്കിൽ നിങ്ങളെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഹലാലായ രീതിയിൽ സമ്പാദിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവർക്ക് എത്രയാ മഹത്വങ്ങൾ ഹദീസിൽ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീൻ ഉദ്ധരിച്ചല്ലോ, ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ചുമലിൽ വിറകേറ്റിയിട്ട് ഇങ്ങനെ വരിക. അപ്പൊ അക്കാലഘട്ടത്തെ വലിയ പണ്ഡിതനായ ഔസാ ഇമാം ഇത് കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്തിനിങ്ങനെ വിറക് ചുമക്കുന്നു? ശിഷ്യന്മാര് വേണ്ടത്രയില്ലേ? അവരിതൊക്കെ ചെയ്യൂലേ? അന്നേരം ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു കൊടുത്തൊരു മറുപടിയുണ്ട്. ബലഗനി അന്നമൻ വഖഫ മൗഖിഫൻ മദല്ലത മൗഖിഫ മദല്ലത്തിൻ
ഫീ തലബിൽ ഹലാലി വജബത് ലഹുൽ ജന്ന. ഒരാൾ ഹലാൽ സമ്പാദിക്കാൻ വേണ്ടി ഏത് താഴ്ന്ന സ്ഥാനത്ത് നിന്നിട്ട് ഏത് കൂലിപ്പണി ചെയ്താലും, ഏത് ചെരുപ്പ് കുത്തിയായാലും, ഏത് താഴ്ന്ന ജോലി ചെയ്താലും അള്ളാഹു അവനിക്ക് സ്വർഗം നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് ഹദീസിലൂടെ വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ഗസാലി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഹലാലായ സമ്പാദ്യം ഉണ്ടാക്കാൻ, അത് താഴ്ന്നതായ ജോലിയാണെങ്കിലും ഹലാലായ വരുമാനമാണ് നമ്മളെ കയ്യിലേക്ക് എത്തുന്നതെങ്കിൽ അതിൽ വലിയ ബറക്കത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതു മാത്രം തിന്നാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അല നബിയിൽ മുസ്തഫ.